ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ പഴയ നിയമസഭാ മന്ദിരമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും പോലീസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അകത്തേക്കുള്ള എൻട്രി അലൗഡ് അല്ല. അപ്പോൾ പുറത്തു നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നും നേരെ പുതിയ നിയമസഭാ മന്ദിരത്തിലേക്ക് പോവാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് പുതിയ നിയമസഭാ മന്ദിരം. ഇവിടുന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകണം. ഇനി നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള വലിയൊരു മ്യൂസിയത്തിലേക്കാണ്. നേപ്പിയർ മ്യൂസിയം എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാം. ഈ കാണുന്നത് ഒരു ആർട്ട് ഗാലറിയാണ്. ശ്രീ ചിത്ര ആർട്ട് ഗാലറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1935 ഇന്ത്യയിൽ സ്ഥാപിച്ച തിരുവനന്തപുരത്തുള്ള ഒരു ആർട്ട് ഗാലറിയാണ് ഇത്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ആക്കിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കോവളം ബീച്ചിലേക്കായിരുന്നു പോയിരുന്നത്. കോവളം ബീച്ച്. അപ്പോൾ കോവളം ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീന്താൻ കഴിയുന്നതും സുരക്ഷിതവുമായ ബീച്ചുകളിൽ ഒന്നാണ് കോവളം ബീച്ച്. ഹവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്, സമുദ്ര ബീച്ച് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കോവളം. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞ ഉടനെ ആ സമയത്ത് തന്നെ വന്നായിരുന്നു. അപ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയിലേക്കാണ്.
പക്ഷിമൃഗാദികളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിച്ചിരിക്കുന്നതിനാൽ ഇവയുടെ ജീവിത രീതികളെക്കുറിച്ചും മനസ്സിലാക്കാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു സൂവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ധാരാളം ദേശാടന പക്ഷികൾ, നല്ല മരങ്ങളുള്ള പ്രകൃതിദത്ത തടാകം, വലിയ മുളകൾ, ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങൾ, പാമ്പുകൾ ഇവയൊക്കെ ഈ ഒരു സൂവിൻ്റെ മറ്റൊരു സവിശേഷതയാണ്.
കൂടാതെ വിവിധ ഇനത്തിലുള്ള വണ്ടുകൾ, ഉറുമ്പുകൾ, പല നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ, ഡ്രാഗൺ ഫ്ലൈസ്, അതുപോലെ വലിയ അക്വേറിയം, ഇതൊക്കെ ഈ ഒരു സൂവിലുണ്ട്. അപ്പോൾ നമ്മൾ കയറാൻ കുറച്ച് ലേറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ സൂ ക്ലോസ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. എങ്കിൽ പോലും നമുക്ക് ഇവിടെയുള്ള ഓരോ കാഴ്ചകളും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മൃഗശാലയിലുള്ള ഓരോ കാഴ്ചകളും നന്നായിട്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ സൂവിനോട് ബൈ പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്സ് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി, എറണാകുളം അവിടേക്ക് പോയ വിശേഷങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.